ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ ആട് 3 ഫിലിം കണ്ടിരിക്കുകയാണ്. എനിക്കൊരു ആവറേജ് ഫിലിമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ അത് അത്യാവശ്യം ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. പൊതുവെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കൂടുതലും എൻ്റെ കൂടെ വന്നവർക്കും എനിക്കും അത്യാവശ്യം ലാഗ് ഫീൽ ചെയ്തു. പിന്നെ കോമഡികളൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. ചിലതൊക്കെ നല്ല ലാഫിങ് ഫീൽ വന്നെങ്കിലും ചിലതൊക്കെ കുറച്ച് ഓവറായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട്. ധർമ്മജനൊക്കെ വാ തുറക്കുന്നതേ ഒരു കോമഡിയിലോട്ടാണ് പോകുന്നത്. പക്ഷെ രസമുണ്ട്, കണ്ടിരിക്കാം. എന്നാലും ഒരു ചെറിയ അത്രയും ലെങ്ത് വേണമായിരുന്നോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയാനായിട്ട് ഡ്യൂഡ്. ഡ്യൂഡ് ഒരു സംഭവമാണ് ഇതിനകത്ത്. ഡ്യൂഡ് അങ്ങ് പക്കാ എന്റർടൈനർ ആണ് അതിനകത്ത്. അത് ഒരു ടൈം ട്രാവലറാണ്. ട്രൈ ടൈം ടൈം ട്രാവലറാണ് സിനിമ. സോ സെക്കൻഡ് ഹാഫിലാണ് അതിൻ്റെ ഒരു കണക്ഷൻ കൊണ്ട് എത്തിക്കുന്നത്. സാത്താൻ സേവിയറിന് അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ടോട്ടലി ഫിലിം നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. ഓൾ ഓവർ നോക്കുമ്പോൾ ഫിലിം നൈസാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ശരിക്കും കുറച്ച് ഇതായിരുന്നു. എനിക്കത് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പോക്ക് കണ്ടപ്പോൾ ഞാൻ വെച്ചു, ഓ പൊളിഞ്ഞോ എന്നെനിക്കൊരു തോന്നൽ വന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ഇനി സെക്കൻഡ് പാർട്ടിലാണ് ഇതിൻ്റെ പരിപാടികളിരിക്കുന്നത്. അത് ഇനി എങ്ങനെ ഇവരിതിനെ കൊണ്ടുപോയി എൻഡ് ചെയ്യിപ്പിക്കും എന്നുള്ള ഒരു ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് ആണ്. ഒരു പീക്കിലാണ് ഇത് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് മസ്റ്റ് വാച്ച് ആണ്. അതേപോലെ തന്നെ സിനിമ മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് ആണ്. ബിക്കോസ് നമുക്കിത് OTT-യിൽ കണ്ടു കഴിഞ്ഞാൽ പല തമാശകൾ നമുക്ക് ചിലപ്പോൾ ചിരി വന്നു എന്ന് വരത്തില്ല. ബിക്കോസ് ആൾക്കാരുടെ കൂടെ ഇരുന്ന് അവരുടെ ചിരിയും ബഹളമൊക്കെ കേൾക്കുമ്പോഴാണ് കൂടുതൽ തമാശകൾ നമുക്ക് ചിരിക്കാൻ തോന്നുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് അല്ലെ ഫോണിലൂടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആയി എന്ന് വരത്തില്ല. പിന്നെ സ്കോർ, നമ്മുടെ പഴയ സ്കോർ തന്നെ ഇതിനകത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജി പാപ്പൻ്റെ സ്കോറും പിന്നെ നമ്മുടെ ഡ്യൂഡിൻ്റെ സ്കോറും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നൈസാണ്, അതൊക്കെ നല്ല വർക്കായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാൻ നമ്മുടെ ആശാനും സൂപ്പറാണ്. പിന്നെ ഫ്യൂച്ചറും കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഫ്യൂച്ചറിൽ നിന്നാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ഒരു ഹോളിവുഡ്, അത് എനിക്ക് ആരാന്നറിയത്തില്ല, ഒരു മദാമയുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു ഫൈറ്റും ഒരു സ്വാഗൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. നെഗറ്റീവ് റോളാണ്, പക്ഷെ കിടിലം കിടിലം ഫൈറ്റൊക്കെ. എന്തൊരു സ്വാഗാണ് അവരുടേത്. അതാരാ അത് എനിക്കറിയില്ല, അതാരാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹോളിവുഡ് ഫിലിംസിലൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇനി എനിക്ക് കണ്ടിട്ട് മനസ്സിലാവാഞ്ഞാണോന്നും അറിയത്തില്ല. ബട്ട് പൊളി പൊളി പൊളി. ക്ലൈമാക്സിലൊക്കെ അവരുടെ ഒരു ഫൈറ്റ് ഉണ്ട്, സെറ്റ് സാധനം. പക്ഷെ ഈ പാപ്പനിങ്ങനെ ഒരു ബുള്ളറ്റിനകത്ത് ഇങ്ങനെ വാളൊക്കെ എടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു ട്രെയിലറിനകത്ത്. അതൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് മിസ്സായതാണോ, ഞാനതൊന്നും കണ്ടില്ല. ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. ക്ലൈമാക്സ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് കിടിലം ഒരു നമ്മൾ ആട് ഫസ്റ്റ് സെക്കൻഡ് കണ്ട പോലെ അല്ല. ആട് ഫസ്റ്റ് സെക്കൻഡുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജോണറുമായിട്ട് ഫസ്റ്റ് ഹാഫിനെ വേണമെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ബന്ധപ്പെടുത്താം. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് അത് വേറെ റേഞ്ചിലേക്ക് പോവുകയാണ്. പടം അടിപൊളി. ഒരു ഒരു വേറെ തലത്തിലേക്ക്. എനിക്ക് ടൈം ട്രാവലൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. പിന്നെ ടൈം ട്രാവൽ ആണെങ്കിൽ ഇത് അത്ര സീരിയസ് പടമൊന്നും അല്ല. ഇതൊരു പഴയ നമ്മൾ ആടിൻ്റെ ഒരു രീതിയിലുള്ള ആ ഒരു ജോണറിലുള്ള കോമഡി ഫിലിം തന്നെയാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് സീരിയസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സീരിയസിനെ ഒരു കോമഡി ആക്കിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. സോ നൈസാണ്. സെക്കൻഡ് പാർട്ടിനകത്ത് എന്തായിരിക്കുമെന്ന് വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് ഇതിന് 2 സ്റ്റെപ്പ് മുകളിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എനിവേ, സിനിമ കാണാത്തവർ ഓടിപ്പോയി കാണുക. ഇതാണ് എനിക്ക് തോന്നിയത്. എനിക്കൊരു ടോട്ടൽ ഒരു ആവറേജ് ഫിലിമായിട്ടാണ് ഫീൽ ചെയ്തത്. ചിലപ്പം സെക്കൻഡ് പാർട്ട് ആയിരിക്കും ഇതിൻ്റെ ഒരു എബോവ് ആവറേജിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും പോയി കാണുക. ബൈ ബൈ. താങ്ക് യു.